നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ലേറ്റ് എഡിഷനിലേക്ക് വിശദമായി. ആദ്യം തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. മൈജി ഫ്യൂച്ചർ വോട്ടുത്സവം സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ-സ്പോൺസർഡ് ബൈ ആഘോഷങ്ങൾ നടക്കട്ടെ. വോക്കരു പ്ലസ്, കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. അറുപതിന പരിപാടികളുമായി LDF പ്രകടന പത്രിക പുറത്തിറക്കി. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നും കേവല ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാഗ്ദാനം. ലൈഫ് മിഷൻ വഴി 5 ലക്ഷം വീടുകൾ കൂടി നിർമ്മിക്കുമെന്നും എയിംസിനേക്കാൾ മികച്ച ആശുപത്രി സ്ഥാപിക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. നിലവിൽ 2000 രൂപയുള്ള ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. ലൈഫ് മിഷൻ 2.0 നടപ്പാക്കും. ഇതിന്റെ ഭാഗമായി 5 ലക്ഷം വീടുകൾ കൂടി. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും 3000 രൂപയായി വർദ്ധിപ്പിക്കും. വരുമാനം, താമസം, വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന സമഗ്ര ഇടപെടലായിരിക്കും ഇത്. സംസ്ഥാനത്ത് പഠനം പൂർത്തിയാക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാമ്പസ് പ്ലേസ്മെന്റ്. തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ നഗരങ്ങൾ. സ്ത്രീകളിൽ 50% പേർക്ക് ജോലി ഉറപ്പാക്കും. സർക്കാർ ജീവനക്കാർക്ക് അഷ്യൂർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നും LDFന്റെ ഉറപ്പ്. അതിവേഗ റെയിൽപാത നടപ്പാക്കുമെന്നും തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ സർവീസ് തുടങ്ങുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. KSRTC ലാഭത്തിലാക്കും. ശമ്പളവും പെൻഷനും പരിഷ്കരിക്കും. കൊച്ചി വാട്ടർ മെട്രോ ആലപ്പുഴ, കൊല്ലം, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലേക്കും. വയനാട്ടിൽ എയർ സ്ട്രിപ്പ് നിർമ്മിക്കും. ഇടുക്കി എയർ സ്ട്രിപ്പ് വികസിപ്പിക്കും. സാർവത്രിക ആരോഗ്യ പരിരക്ഷയാണ് മറ്റൊരു പ്രധാന വാഗ്ദാനം. പരിധിയില്ലാതെ ചികിത്സാനുകൂല്യം നൽകുമെന്നാണ് പ്രകടന പത്രികയിലുള്ളത്. പേവിഷബാധ മരണങ്ങൾ ഇല്ലാതാക്കും. എയിംസിനേക്കാൾ മികച്ച മെഡിക്കൽ ഗവേഷണ ആശുപത്രി സ്ഥാപിക്കുമെന്നും സുപ്രധാന പ്രഖ്യാപനം. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കും. നെല്ലിന് 35 രൂപയും നാളികേരത്തിന് 45 രൂപയും താങ്ങുവില. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും. ശബരിമല മാസ്റ്റർ പ്ലാൻ പൂർത്തീകരിക്കുമെന്നും ക്ലീൻ പമ്പ പദ്ധതി നടപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ LDF നേതാക്കൾ പങ്കെടുത്തു. 24 കോഴിക്കോട്. സമസ്ത മേഖലകളെയും സ്പർശിച്ച് UDF പ്രകടന പത്രിക. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപനങ്ങൾക്കൊപ്പമാണ് മറ്റു വാഗ്ദാനങ്ങൾ. UDF അധികാരത്തിലെത്തിയാൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കില്ലെന്നും കിഫ്ബിയും കേരള ബാങ്കും പുനഃപരിശോധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള നേതാക്കൾ ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. രാഹുൽ ഗാന്ധി നേരത്തെ പ്രഖ്യാപിച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളാണ് UDF പ്രകടന പത്രികയിൽ. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്, ചികിത്സാ ചെലവ് കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി, കേരളത്തിൽ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ മിനിസ്ട്രി ഓഫ് ടോളറൻസ്, വിവിധ സമുദായങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യവും സംരക്ഷണവും ഉറപ്പുവരുത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. സഭാതർക്കങ്ങൾ ശാശ്വതമായി പരിഹരിക്കാൻ എല്ലാ വിഭാഗങ്ങളെയും വിശ്വാസത്തിലെടുത്തുള്ള നടപടി സ്വീകരിക്കും. ഞങ്ങൾ സിൽവർ ലൈൻ ഒരു കാരണവശാലും നടപ്പാക്കില്ല. സിൽവർ ലൈനിന്റെ ഡീനോട്ടിഫിക്കേഷൻ UDF ഗവൺമെന്റ് വന്നാൽ ഉടനെ എന്താ ചെയ്യുന്നത്? ഇവർ ആ പദ്ധതി നടപ്പാക്കുന്നുമില്ല. ആ പദ്ധതിക്ക് വേണ്ടി സ്ഥലമെടുത്ത ആളുകൾ എത്ര വർഷമായി. ഒരു മകളുടെ കല്യാണത്തിന് അതൊന്നും പ്ലെഡ്ജ് ചെയ്യാൻ പറ്റില്ല, ഒരു ബാങ്കിൽ മോർഗേജ് ചെയ്യാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല. ആ പാവങ്ങളെ മുഴുവൻ ഈ ഗവൺമെന്റ് കഷ്ടപ്പെടുന്നതാണ് ക്രൂരമായ മനസ്സോടുകൂടി. സിൽവർ ലൈൻ നടപ്പാക്കില്ല എന്ന് ഏകദേശം ഒരു തീരുമാനമെടുത്താണ്. എന്നിട്ടും ആ ഭൂമി നോട്ടിഫൈ ചെയ്ത ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ കരയിക്കുകയാണ്. എത്ര പേര് വന്നാത്ത ആ സങ്കടം. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പുതിയ ഭവന പദ്ധതി, റാഗിംഗ് തടയുന്നതിനു വേണ്ടി പുതിയ വകുപ്പും, സർവകലാശാലകളിലെ സ്വജനപക്ഷപാതവും ജാതി വിവേചനവും ഒഴിവാക്കാൻ നിയമനിർമ്മാണവും, സംസ്ഥാനത്തെ ലഹരിമുക്തമാക്കുന്നതിനു വേണ്ടിയുള്ള ബ്രേക്ക് ദ ഡ്രഗ് ചെയിൻ മുതൽ കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിൽ ലൈറ്റ് മെട്രോ പദ്ധതിയും UDF പ്രകടന പത്രികയിൽ ഉൾപ്പെടുന്നു. സ്ത്രീ സുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യം, കാർഷികം, സമുദ്ര വ്യോമയാന മേഖലകളെ സ്പർശിക്കുന്നതാണ് പ്രകടന പത്രിക. 24 കൊച്ചി. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ തടഞ്ഞ BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. പാലക്കാട് നഗരസഭാംഗം സിന്ധുരാജനെ 1-ാം പ്രതിയാക്കിയാണ് FIR. സിന്ധുരാജൻ അടക്കം 3 പേർക്കെതിരെ കേസ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി. കേരളത്തിൽ BJP അനുകൂല തരംഗമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJP പ്രവർത്തകർ സഞ്ജു സാംസനെ പോലെ പ്രയത്നിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ ബൂത്ത് തല പ്രവർത്തകരുമായി നടത്തിയ ഓഡിയോ ബ്രിഡ്ജ് സംവാദത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. भगवान अयप्पा के भक्तों के साथ ये क्या कर रहे हैं? वहां जो गोल्ड है
उसको लेकर एलडीएफ और यूडीएफ कैसे मिलकर बेईमानी कर रहे हैं। നമോ ആപ്പിലൂടെ കേരളത്തിലെ BJP പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ വികസനത്തിനും കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കാനും സംസ്ഥാനത്ത് ഡബിൾ എഞ്ചിൻ സർക്കാരിനെ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തൃശൂരും പാലക്കാടും പ്രചാരണത്തിനെത്തിയപ്പോൾ കേരളത്തിൽ മാറ്റത്തിന്റെ കാറ്റ് അടിച്ചു തുടങ്ങിയെന്ന് മനസ്സിലായെന്നും മോദി അവകാശപ്പെട്ടു. ശബരിമലയിൽ ഇടതുപക്ഷവും കോൺഗ്രസും വിശ്വാസവഞ്ചന കാണിച്ചെന്നും മോദി വിമർശിച്ചു. കേരളത്തിലെ 4 ലക്ഷത്തോളം പേർ സംവാദ പരിപാടിയിൽ പങ്കെടുത്തെന്ന് BJP അവകാശപ്പെട്ടു. യുവാക്കളും വനിതകളും കർഷകരും പട്ടികജാതി പട്ടികവർഗ സമുദായത്തിൽ നിന്നുള്ള പ്രവർത്തകരും പ്രധാനമന്ത്രിയുടെ ചോദ്യങ്ങൾ ചോദിച്ചു. കേരളത്തിലെ 140 NDA സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. 24 ഡൽഹി. കേരളം ബൂത്തിലെത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ദേശീയ നേതൃത്വത്തെ രംഗത്തിറക്കി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. കൊല്ലത്തും തിരുവനന്തപുരത്തും പ്രചാരണത്തിനെത്തിയ പ്രിയങ്ക ഗാന്ധി ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി സർക്കാരിനെ കടന്നാക്രമിച്ചു. CPIM മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും മുന്നണികൾക്ക് വേണ്ടി പ്രചാരണത്തിനെത്തി. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ പ്രചാരണത്തിനെത്തിയ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം ഉയർത്തിയാണ് LDFനെതിരെ വിമർശനം ഉന്നയിച്ചത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ 10 വർഷമായി കേരള സർക്കാർ മികച്ച രീതിയിൽ പൊരുതുകയാണെന്ന് CPIM നേതാവ് പ്രകാശ് കാരാട്ട്. LDF government in office is better equipped and capable to face this sort of onslaught from the center. For 10 years we have done it. കേരളത്തിൽ ഇത്തവണ BJP അധികാരത്തിൽ വരുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. മട്ടത്തിന്റെ സമയം എത്തി ഇരിക്കുന്നു. പരിവർത്തൻ के लिए वोट दीजिए. മട്ടത്തിൻ नहीं वोट ചെയ്യൂ. കേരള में परिवर्तन लाना है. LDFന് വേണ്ടി പ്രചാരണത്തിനെത്തിയ RJD നേതാവ് തേജസ്വി യാദവ് വയനാട് ടൗൺഷിപ്പ് സന്ദർശിച്ചു. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും ഇന്ന് കോൺഗ്രസിന് വേണ്ടി പ്രചാരണത്തിനെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഇലക്ഷൻ ഡെസ്ക് 24. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ STPI പിന്തുണയിൽ രാഷ്ട്രീയ വാക്പോര് തുടരുകയാണ്. STPI വോട്ട് വേണ്ടെന്ന് എന്തിനു പറയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ചോദ്യം. നേമത്ത് LDFന് വേണ്ടി പിന്തുണ തേടിയതാരെന്ന് STPI വ്യക്തമാക്കണമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു 24നോട് പറഞ്ഞു. STPI വോട്ട് വേണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം പാർട്ടി തീരുമാനം തന്നെയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും STPI വോട്ട് ആർക്കെന്ന ചോദ്യം സജീവ ചർച്ചാ വിഷയമാണ്. STPIയുടെ വോട്ട് വേണ്ടെന്ന് എന്തിനു പറയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്തിനാണ് അങ്ങനെ പറയിപ്പിക്കുന്നത്? ഇപ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അതിതാണ് SDPI ആരെയാണ് പിന്തുണക്കുക എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർ പ്രഖ്യാപിക്കട്ടെ, ആയില്ല പ്രഖ്യാപിക്കട്ടെ, അവർ പ്രഖ്യാപിക്കട്ടെ. അതേസമയം നേമത്ത് LDFന് വേണ്ടി പിന്തുണ തേടിയത് ആരെന്ന് STPI വ്യക്തമാക്കണമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബു 24നോട് പ്രതികരിച്ചു. SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് എത്രത്തോളം അടിസ്ഥാനമുള്ളതാണ് എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരിക്കലും അങ്ങോട്ട് ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല. അല്ലെങ്കിൽ ആര് അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. STPI വോട്ട് വേണ്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രഖ്യാപനം പാർട്ടി തീരുമാനം തന്നെയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. എന്നാൽ STPI വോട്ട് വേണ്ടെന്ന് താൻ പറയില്ലെന്നും സണ്ണി ജോസഫ് 24നോട് പറഞ്ഞു. ഈ SDPIയുടെ വോട്ട് LDFന് പോകുമെന്നുള്ള ഒരു പ്രധാന ചർച്ച ഉടലെടുത്തിട്ടുണ്ട്. അതിൽ കോൺഗ്രസിൽ ഏകരൂപമായ നിലപാടുണ്ടോ? അതായത് VD പറഞ്ഞു SDPIയുടെ വോട്ട് വേണ്ട എന്ന്. അത് കോൺഗ്രസിന്റെ നിലപാടാണ്. അദ്ദേഹം പറഞ്ഞത് വെറുതെ പറയില്ലല്ലോ. SDPIയുടെ വോട്ട് വേണ്ടെന്ന് തന്നെയാണ്. അങ്ങനെയല്ല, ഞങ്ങൾ അവരുമായിട്ട് ഐക്യത്തിലൊന്നുമില്ല, ധാരണയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ STPI പിന്തുണ വേണമെന്ന മുൻ നിലപാട് വേങ്ങര LDF സ്ഥാനാർത്ഥി സബാഹ് കുണ്ടുപുഴക്കൽ വീണ്ടും ആവർത്തിച്ചു. STPI നേരിട്ട് മത്സരിക്കാത്ത 80-ൽ പരം സീറ്റുകളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് നേതൃത്വം അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. പല മണ്ഡലങ്ങളിലും ഇടതുമുന്നണിയെ പിന്തുണയ്ക്കാനാണ് സാധ്യത. 24 മലപ്പുറം. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചതിന് പിന്നാലെ വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് നൂർബിന റഷീദ്. വനിതാ ലീഗ് കടുത്ത അവഗണന നേരിടുന്നതായി നൂർബിന ആരോപിച്ചു. ഫാത്തിമ തഹ്ലിയയ്ക്കെതിരെയും നൂർബിന വിമർശനമുന്നയിച്ചു. നൂർബിനയുടെ പ്രതികരണം ശരിയായില്ലെന്നും നടപടിയെടുക്കേണ്ടത് അഖിലേന്ത്യാ നേതൃത്വമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. നൂർബിനയുടേത് കടുത്ത അച്ചടക്ക ലംഘനം എന്നായിരുന്നു PMA സലാമിന്റെ പ്രതികരണം. ഇത്രയും കാലം ഈ 2026-ൽ ഞാൻ വനിതാ ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇന്ന് ഇവിടെ വെച്ച് വിത്ത് എഫക്റ്റീവ് ഒഴിയുകയാണ്. എന്നിൽ അർപ്പിച്ച എല്ലാ ദൗത്യങ്ങളും അതിമനോഹരമായി നിർവഹിച്ചു.
വനിതാ ലീഗിലെ കൂട്ടരാജിക്കുള്ള നീക്കത്തിന് പിന്തുണ ലഭിക്കാതെ വന്നതോടെയാണ് നൂർബിന റഷീദ് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത്. പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹലിയക്കെതിരെ രൂക്ഷ വിമർശനമാണ് നൂർബിന ഉയർത്തിയത്. ഫോട്ടോഷൂട്ടോ റീൽസോ അല്ല, റിയൽ ലൈഫാണ് വേണ്ടതെന്നും പരിഹാസം. ഫാത്തിമ തെഹലിയെ സ്ഥാനാർത്ഥിയാക്കില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി നൽകിയ ഉറപ്പ് പാഴായെന്നും ആരോപണം. പല പ്രാവശ്യം കുനാൽ സാഹിബിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ തഹലിയക്ക് കൊടുക്കുന്ന ഇല്ല തഹലിയ വരില്ല. നൂർബിന റഷീദിന്റെ പ്രതികരണം ശരിയായില്ലെന്നും നടപടിയെടുക്കേണ്ടത് അഖിലേന്ത്യാ നേതൃത്വമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ. നൂർബിന റഷീദ് അത് പറയാൻ പാടില്ല. അവർ അഖിലേന്ത്യാ വനിതാ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അത് അഖിലേന്ത്യാ കമ്മിറ്റിയാണ് ആ കാര്യത്തിൽ ഇനി എന്താ ചെയ്യേണ്ടത് അവർ തീരുമാനിക്കും. പാർട്ടി നിലപാടുകളെ പരസ്യമായി തള്ളിപ്പറഞ്ഞതിൽ നൂർബിന റഷീദിന് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചതായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. 24 കോഴിക്കോട്. ഇപ്പോൾ ഒരു വാർത്ത വരുന്ന US അറ്റോർണി ജനറൽ പാം ബോണ്ടി പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപാണ് അദ്ദേഹത്തെ ഇപ്പോൾ പുറത്താക്കിയത്. ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ഈ വിവരം പുറത്തുവിട്ടിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലെ പുതിയ ജോലിയിലേക്ക് പാം ബോണ്ടി മാറുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ. പ്രവർത്തനങ്ങളിലെ അതൃപ്തിയെ തുടർന്നാണ് ഈ തീരുമാനം എന്നുകൂടി ഇപ്പോൾ വിവരം പുറത്തുവരുന്നുണ്ട്. കൊല്ലം കൊട്ടാരക്കര കക്കാട് നിർത്തിയിട്ടിരുന്ന ടോറസിൽ ഓട്ടോ ഇടിച്ച് ഒരാൾക്ക് ദാരുണാന്ത്യം. ഓട്ടോ യാത്രക്കാരനായ വില്ലൂർ സ്വദേശി രാമചന്ദ്രനാണ് മരിച്ചത്. സൂര്യഗായത്രിയുണ്ട് കൊല്ലത്ത് നിന്ന്. സൂര്യ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉമേഷ്, കുറച്ചു സമയം മുമ്പാണ് ഈ അപകടം നടക്കുന്നത്. കക്കാടെന്ന സ്ഥലത്ത് വെച്ച് നിർത്തിയിട്ടിരുന്ന ടോറസിൽ ഓട്ടോ ഇടിക്കുകയായിരുന്നു. അതിനുശേഷം നിയന്ത്രണം വിട്ട ഓട്ടോ സമീപത്തെ മതിലിലേക്ക് ഇടിച്ചു കയറി ഓട്ടോയിലെ യാത്രക്കാരൻ വില്ലൂർ സ്വദേശി മരിച്ചെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഓട്ടോ ഡ്രൈവർ സുരേഷ് കുമാറിന് ഗുരുതര പരിക്കുകളുണ്ട്. ഇയാളെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. റോഡിന്റെ വശത്തെ മതിലിനും വൈദ്യുതി പോസ്റ്റിനും ഇടയിലേക്കാണ് ഈ ഓട്ടോ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയത്. അതിലാണ് ഇപ്പോൾ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. കോഴിക്കോട് കാട്ടുപന്നി ഇടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് 5 പേർക്ക് പരിക്ക്. ദേശീയപാതയിൽ താമരശ്ശേരിക്ക് സമീപം പെരുമ്പള്ളിയിലാണ് സംഭവം. വർഷ ഗിരീഷ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. വർഷ, വിവരങ്ങൾ. ഉന്മേഷ്, രാത്രി 10 മണിയോടെയാണ് സംഭവം. ദേശീയപാതയിൽ താമരശ്ശേരിക്ക് സമീപം പെരുമ്പള്ളിയിലാണ് കാട്ടുപന്നി ഇടിച്ച് ഓട്ടോ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. അമ്പായിത്തോട് സ്വദേശികളായ രാജു, അംബിക, ഗ്രീഷ്മ, അഖിൽ, നിഹാര എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ നിഹാര എന്ന് പറയുന്നത് 8 മാസം പ്രായമുള്ള കുഞ്ഞാണ്. ഇവർ അടിവാരം ഭാഗത്തു നിന്നും താമരശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്നു. ആ സമയമാണ് ഓട്ടോയ്ക്ക് മുന്നിലേക്ക് കാട്ടുപന്നി ചാടിയത്. ഇതോടെ ഓട്ടോറിക്ഷയുടെ നിയന്ത്രണം വിടുകയായിരുന്നു. പരിക്കേറ്റവരിൽ 2 പേർ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും മറ്റ് 3 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ്. അഖിൽ, അംബിക, രാജു എന്നിവരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത്. ഇവരുടെ പരിക്ക് കുറച്ച് സാരമായതുകൊണ്ടാണ് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റിയത്. എന്നാൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉന്മേഷ്. വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്രിക നൽകി നേതാക്കൾ. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ചെന്നൈ ചെപ്പോക്കിലും TVK അധ്യക്ഷൻ വിജയ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും പത്രിക നൽകി. ആരോഗ്യമന്ത്രി M സുബ്രഹ്മണ്യൻ, മുതിർന്ന AIADMK നേതാവ് D ജയകുമാർ എന്നിവരും പത്രിക നൽകി. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെയും AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമിയുടെയും റോഡ് ഷോകൾ തുടരുകയാണ്. റോഡ് ഷോയായാണ് ഉദയനിധി സ്റ്റാലിൻ റായ്പേട്ടയിലെ കോർപ്പറേഷൻ ഓഫീസിലെത്തിയത്. ദയാനിധിമാരൻ MPയും ഒപ്പമുണ്ടായിരുന്നു. 2ാം തവണയാണ് ഉദയനിധി ചെപ്പോക്കിൽ ജനവിധി തേടുന്നത്. വൈകിട്ട് മണ്ഡലത്തിൽ ഉദയനിധി സ്റ്റാലിൻ പ്രചാരണവും നടത്തി. ഭരണത്തുടർച്ച ഉറപ്പെന്ന് ഉദയനിധി സ്റ്റാലിൻ. Continuously telling this election is between Delhi versus Tamil Nadu and we are very sure Team Tamil Nadu will win. റോഡ് ഷോയ്ക്ക് ശേഷമാണ് വിജയും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ പത്രിക സമർപ്പിച്ചത്. ചെന്നൈ പെരമ്പൂരിൽ മാർച്ച് 30-ന് വിജയ് പത്രിക സമർപ്പിച്ചിരുന്നു. വൈകിട്ട് 4 മണിവരെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിജയ് പ്രചാരണം നടത്തി. DMK നൽകുന്നത് വെറും വാഗ്ദാനങ്ങൾ മാത്രമെന്ന് വിജയ്. மக்களுடைய தேவைகள் என்னன்னு சரியா புரிஞ்சுக்கிட்டு அதுக்கேற்ற மாதிரி தான் நாம செயல்படுவோம். മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈറോഡും കോയമ്പത്തൂരിലുമാണ് പ്രചാരണം നടത്തിയത്. AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഇന്ന് ശിവഗംഗയിലാണ് റാലി നടത്തിയത്. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയം ഇനിയും പൂർത്തിയായിട്ടില്ല. പട്ടിക വൈകുന്നതിൽ പ്രതിഷേധിച്ച് മാണിക്കൻ ടാഗോർ MP തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. 24 ചെന്നൈ.
ശിലായുഗത്തിലേക്ക് തിരികെ എത്തിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് മറുപടിയുമായി ഇറാൻ. അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ബോംബാക്രമണങ്ങൾക്ക് ഇറാനെ ശിലായുഗത്തിൽ എത്തിക്കാനാകില്ല. കരയുദ്ധത്തിന് വന്നാൽ ശത്രുസേനയിൽ ആരും ശേഷിക്കില്ലെന്ന് ഇറാൻ കരസേനാ മേധാവി അമീർ ഹത്താമി പറഞ്ഞു. അമേരിക്കൻ സൈനികരെ ശവക്കുഴിയിലേക്ക് തള്ളിവിടുന്നത് നിങ്ങൾ തന്നെയെന്നാണ് ട്രംപിന് ഇറാന്റെ മറുപടി. അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ബോംബാക്രമണങ്ങൾക്ക് ഇറാനെ ശിലായുഗത്തിലെത്തിക്കാനാകില്ലെന്നും ഇന്ത്യയിലെ ഇറാൻ എംബസി എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറയുന്നു. ശിലായുഗം മുതൽ ആധുനിക കാലം വരെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയതും മാനവരാശിക്കെതിരെ കുറ്റങ്ങൾ ചെയ്തതും നിങ്ങളാണെന്നും ഇറാൻ എംബസി. വെറും 250 വർഷത്തെ മാത്രം ചരിത്രമുള്ള അമേരിക്ക 6000 വർഷം പഴക്കമുള്ള നാഗരികതയാണ് വെല്ലുവിളിക്കുന്നതെന്ന് IRGC കമാൻഡർ സയ്യിദ് മജീദ് മൂസവി പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിജയപ്രഖ്യാപനത്തിന് പിന്നാലെയാണ് മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയത്. കരയുദ്ധത്തിന് മുതിർന്നാൽ ശത്രുസേനയിൽ ആരും ശേഷിക്കില്ലെന്നും ഇറാൻ കരസേനാ മേധാവി അമീർ ഹത്താമി മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ സൈനികരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുകയാണെന്നും അമേരിക്കൻ ആക്രമണം നേരിടാൻ ഇറാൻ സൈന്യം സജ്ജമാണെന്നും ഹത്താമി വ്യക്തമാക്കി. 19 മിനിറ്റുള്ള അഭിസംബോധനയിൽ ഇറാനിലെ ആക്രമണം എത്ര ദിവസം നീളുമെന്ന് കൃത്യമായി പറയാൻ ട്രംപിനായില്ല. ഇറാൻ യുദ്ധം അമേരിക്കയുടെ ഭാവിക്കായുള്ള നിക്ഷേപമാണെന്നാണ് ട്രംപ് പ്രതികരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. അമേരിക്ക ഇസ്രായേൽ ആക്രമണത്തിൽ വടക്കൻ ഇറാനിലെ പാലം ഭാഗികമായി തകർന്നു. മധ്യേഷ്യയിലെ ഏറ്റവും വലിയ പാലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കറാജിലെ B1 പാലമാണ് തകർന്നത്. ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ടെഹ്റാനെ കറാജ് നഗരവുമായി ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഇറാനിയൻ എഞ്ചിനീയറിംഗിന്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരണത്തോട് അടുക്കുകയായിരുന്നു. ഇനി കാണാം മണ്ഡലം ചുറ്റും മഹിളകൾ. മൈജി ഫ്യൂച്ചർ മണ്ഡലം ചുറ്റും മഹിളകൾ സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. co-sponsored by ആഘോഷങ്ങൾ നടക്കട്ടെ. വോക്കരു പ്ലസ് കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. തെരഞ്ഞെടുപ്പ് കാലത്ത് ജൻസികൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. മണ്ഡലം ചുറ്റും മഹിളകൾ കൽപ്പറ്റ WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്കൊപ്പം അനുജ രാജേഷും സ്മിത ഹരിദാസും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വയനാട് മുട്ടിൽ WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. കുട്ടികളെ കാണുന്നത് എപ്പോഴും വലിയ സന്തോഷമാണ്. അത് മാത്രമല്ല, ഈ ഇലക്ഷനെ പറ്റിയൊക്കെ കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളത്? യുവാക്കളുടെ ജൻസികളോട് ചോദിക്കാം. ജൻസികളാണ്. നിങ്ങൾ എക്സാമിന് പോകാനായിട്ട് ഇരിക്കുകയാണല്ലേ? എല്ലാരും പഠിച്ചു കഴിഞ്ഞോ? എന്തൊരു പഠിക്കുന്ന കുട്ടികളാ നിങ്ങൾ? ഡിഗ്രി ഫസ്റ്റ്. എല്ലാരും ഒരു ക്ലാസ്സിലുള്ളവരാണോ? ഏതൊക്കെ ബാച്ച്? എന്തൊക്കെയാ നിങ്ങളുടെ വിഷയങ്ങൾ മെയിൻ? ഞാൻ അറബിയാണ്, ജേർണലിസ്റ്റ് ആണ്. ഇത്തവണത്തെ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. ആര് ജയിക്കും? ഇത്തവണ ഭരണം മാറുമോ? ഭരണം മാറുമായിരിക്കാം. അല്ല, എന്താണ് ഇപ്പോഴത്തെ കുറച്ച് ദിവസം നോക്കുമ്പോ എന്താ മനസ്സിലാവുന്നത്? വിദേശങ്ങള് വിവാദങ്ങളൊക്കെ ഉണ്ട്. പല പാർട്ടിയല്ലേ, അപ്പൊ അവരുടേതായ ചുറ്റുപാടുകളും. പഠിച്ചൊക്കെ കഴിഞ്ഞോ? ഇപ്പൊ നമ്മൾ ചോദിക്കായിരുന്നു എക്കണോമിക്സിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പൊളിറ്റിക്സും എക്കണോമിക്സും ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുക. പൊളിറ്റിക്സ് പഠിക്കാണ്ടല്ലോ ഒരു വിഷയം ഉണ്ടോ? ഇല്ല, പിന്നെ ഏതൊക്കെയാ? എക്കണോമിക്സ്, ഫിനാൻഷ്യല്, അങ്ങനത്തെ. രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് എന്താ പറയാനുള്ളത്? കേരളത്തിന് സാമ്പത്തിക വലിയ കടം ഉണ്ടെന്നൊക്കെ പറയണത് ശരിയാണോ? ഉണ്ടാവും. ഇവിടെ പക്ഷെ രാഷ്ട്രീയം എങ്ങനെയാണ് നിങ്ങളുടെ ഇലക്ഷനൊക്കെ? ഒരു അഗ്രസീവ് ആയിട്ടുള്ള എന്നാലും സ്വന്തം താല്പര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ്. ഇപ്പൊ ഈ കാലത്ത് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് വിവിധ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിവാദങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തി അധിക്ഷേപങ്ങളൊക്കെ നടത്തുന്ന ഒരു പ്രവണതയൊക്കെ കാണുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളതിനോട് നിങ്ങൾ യുവാക്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ഇങ്ങനെ ഒരു വ്യക്തിഹത്യയോടല്ലാണ്ട് അവര് വാക്കുകളിലൂടെ അല്ലാണ്ട് പ്രവർത്തികളിലൂടെ എന്താക്കാം നമ്മളെ ഒരു നാടിന് വേണ്ട പ്രോഗ്രസ് ഒക്കെ കാണിച്ച് ഡെവലപ്മെന്റ് ഒക്കെ കൊണ്ടുവരിക. അല്ലാതെ ഇങ്ങനെ വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ അധിക്ഷേപിക്കുന്ന രൂപത്തിൽ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാതെ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ കൊണ്ടുപോകും. വികസനമാണ് ഞങ്ങൾ കാണുന്ന, ഞങ്ങൾക്ക് വേണ്ടത് വികസനം തരിക. ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ജൻസികൾക്ക് രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമില്ല, അവര് വേറൊരു രീതിയിലാണെന്ന്. അത് ശരിയാണോ? ശരിയാണ്. താല്പര്യമില്ല. എന്താ കാരണം? എന്തിനാ വെറുതെ വലയും വണ്ടിയും വലിച്ചിടാൻ നിൽക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ? രാഷ്ട്രീയം വെറുത്തു പോയത് എന്തുകൊണ്ടാണ്? ഓരോരുത്തർ ഓരോന്നിനും മെച്ചാന്ന് പറഞ്ഞത് എല്ലാം കണക്കാന്നാണോ? എല്ലാം കണക്കാ. ഒരാളും നല്ലതെന്ന് പറയാൻ ആരും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറയാട്ടോ. എനിക്ക് ഒരാൾ നല്ലതാന്ന് തോന്നിയിട്ടില്ല. ഈ സർക്കാരിനെ കുറിച്ചൊക്കെയുള്ള അഭിപ്രായം എന്താണ്? നല്ല സർക്കാരാണ്. അങ്ങനെയല്ല, നമ്മളെ രീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാർ എനിക്ക് തോന്നിയിട്ടുണ്ട്.
ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നൊരു സർക്കാരാണെന്ന് തോന്നിയിട്ടുണ്ട്. തുടർന്നാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം ഉണ്ടോ? 10 കൊല്ലായില്ലേ, ഇനി മാറ്റാം. സർക്കാർ തുടരണം. കാരണം ഇപ്പോൾ തുടങ്ങി വെച്ചൊരു പ്രൊജക്റ്റാണ് ഈ തുരങ്കപാത. അത് ഇവര് ഭരണം മാറിയിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് സംഭവിക്കും നമുക്ക് ഒരു ധാരണയില്ല. അപ്പോൾ ഇനി ഒരു 5 വർഷം കൂടെ സർക്കാർ ഉണ്ടെങ്കിൽ ഇതെന്തായാലും പ്രോപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് തുരങ്കപാത വരും. അപ്പൊ ശരി ചന്ദന, നടക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായി പരീക്ഷ എഴുതൂ. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഈ ജെൻസികളോട് സംസാരിക്കുമ്പോ വേറൊരു ഉണർവാണല്ലേ അനുജ? അവർക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പോലും അവരെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, കൃത്യമായ അഭിപ്രായവും ഉണ്ട്. പക്ഷെ അത് അധികം അതിലേക്ക് അങ്ങനെ ഇൻവോൾവ് ആവാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഈ കൂടുതൽ സംഘർഷങ്ങളിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല. വികസനമാണ് അവരെപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. നാട് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. മറ്റ് ആ വിവാദങ്ങളോടൊന്നും താല്പര്യമില്ലാത്ത കുറച്ച് ജൻസികളെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഇനി അടുത്ത പ്രദേശത്തേക്ക് പോവാണ്. പുതുപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന് ചാരിറ്റി പ്രവർത്തനം നടത്താൻ പണം ലഭിക്കുന്നത് എവിടെ നിന്ന് വ്യക്തമാക്കണമെന്ന് LDF സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണൻ. പോസ്റ്ററുകളും ഫ്ലക്സുകളും ഒഴിവാക്കിയെങ്കിലും ലക്ഷങ്ങൾ നൽകി പത്രത്തിൽ പരസ്യം നൽകിയത് എങ്ങനെയെന്നും LDF സ്ഥാനാർത്ഥി ചോദിക്കുന്നു. വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് കോട്ടയത്തെ പുതുപ്പള്ളി മണ്ഡലം. എന്തായാലും ഇത്തവണ KM രാധാകൃഷ്ണൻ തന്നെയാണ് LDF സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ചേട്ടാ, ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് മണ്ഡലത്തിൽ മൊത്തം ഒന്ന്? തീർച്ചയായും വിജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ അടിസ്ഥാന കാരണം 45 വർഷക്കാലമായി മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അതിലുപരി പാമ്പാടി ഗ്രാമപഞ്ചായത്തിൽ 2 തവണ പഞ്ചായത്ത് ഭരണസമിതി അംഗമായും പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിൽ 15 വർഷക്കാലം പ്രസിഡന്റായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ കാലാകാലങ്ങളായി അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയിരുന്ന ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം രാഷ്ട്രീയത്തിനതീതമായി എന്താണോ ഒരു വികസനം സമൂഹം കാക്ഷിക്കുന്നത് അതിനനുസൃതമായ വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നത് ഇന്ന് പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുണ്ട്. LDFന് കേരളത്തിൽ വികസന രംഗത്ത് LDFന്റെ ഇടതുപക്ഷ ബദൽ സംസ്കാരം പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ഇടതുപക്ഷ വീക്ഷണമുണ്ട്. ചാണ്ടിയുമൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം കോടിക്കണക്കിന് രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നതിന്റെ പൈസ എവിടുന്ന് വരുന്നു എന്ന് അദ്ദേഹവും ആ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭാരവാഹികളും ഖജാൻജിയുമെല്ലാം ഈ പൊതുസമൂഹത്തോട് മറുപടി പറയണം. അതുകൊണ്ട് തന്നെയാണ് കോടിക്കണക്കിന് രൂപ പത്രങ്ങളിൽ പരസ്യം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ചെലവഴിക്കുന്നത്. സമീപസ്ഥങ്ങളായ അസംബ്ലി മണ്ഡലങ്ങൾക്ക് സമാനമായി പുതുപ്പള്ളിയിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം UDFകാർ പോലും അംഗീകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ അടിസ്ഥാന കാരണം UDFന് നിർണായക ഭൂരിപക്ഷമുണ്ട്. ഒന്നും ചെയ്തില്ലെങ്കിലും ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന അഹങ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു സമീപനം സ്വീകരിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ചാണ്ടിയുമ്മൻ പോസ്റ്ററുകളും അതുപോലെ തന്നെ മറ്റ് പ്രചാരണ രീതികളുമെല്ലാം പോസ്റ്ററുകളെല്ലാം ഒഴിവാക്കി ഉണ്ടെങ്കിൽ പോലും പത്രങ്ങളിലടക്കം പരസ്യം നൽകുന്നതിന് എവിടുന്ന് ഫണ്ട് ലഭിക്കുന്നു എന്നുള്ളൊരു ചോദ്യം, ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് LDF സ്ഥാനാർത്ഥി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അവസാന ഘട്ടത്തിലേക്ക് കടങ്ങുമ്പോൾ വാഹന പ്രചരണത്തിലാണ് LDF സ്ഥാനാർത്ഥി ഉള്ളത്. അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ഇവിടെ ലേറ്റ് എഡിഷൻ പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.